Good morning, students. +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the third chapter of microeconomics, production and cost. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപ്പന്നവും ചെലവും എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. In the last class we discussed about total product, average product and marginal product. മൊത്തം ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം, ഈ മൂന്നാശയങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Now in this session we are going to discuss about a law. ഒരു നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. And the name of the law is law of diminishing marginal product or the law of variable proportions. The law of diminishing marginal product or the law of variable proportions. അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം അല്ലെങ്കിൽ വിഭേദാനുപാത നിയമം. ഈ നിയമം എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മളൊരു പട്ടികയുടെ സഹായത്തോടു കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഡസ് ദിസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻസ്? പ്ലീസ് സീ ദിസ് ടേബിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സെയിം ടേബിൾ തന്നെയാണ്. Here no, the L represents the variable factor labor, TP is the total product, AP is the average product and MP is the marginal product. You see, as we increases the units of labor, അധ്വാനം എന്ന ഘടകം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. And you assumes that all other inputs are held constant. മറ്റെല്ലാ ഇൻപുട്സ്, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ മറ്റ് ഇൻപുട്സ് ആയിട്ട് എടുത്തിരുന്നത് കെ, ദറ്റ് ഈസ് ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ്. ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ് അറ്റ് 4 യൂണിറ്റ്സ്. മൂലധനം 4 യൂണിറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തു. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ലേബറിൻ്റെ അളവ് കൂട്ടുമ്പോൾ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ്? ഫസ്റ്റ് വി ആർ ഗോയിങ് ടു discuss what is happening to the total product. See, 0, 1, 2, 3, 4, 5, 6. As we increase the units of labor employed, total product is also increasing. That is 10, 24, 40, 50, 56 and 57. So note that as we increase the units of labor employed, the total product is increasing. So നമുക്ക് ഈ ടേബിൾ, ഈ പട്ടിക നമുക്ക് ഗ്രാഫ് പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എന്താണ് ഗ്രാഫ് പേപ്പറിലേക്ക് മാറ്റുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് കർവിന് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് ഗ്രാഫിലേക്ക് മാറ്റാം. ഈ സി, വെൻ 0 unit of labor is employed, the total product is 0. So this is the point. When 0 unit of labor is employed, 0 unit of total product. അപ്പോൾ നമ്മൾ ഈ y ആക്സിസിലാണ് നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഷോൺ ഓൺ ദ y ആക്സിസ്. x ആക്സിസിലാണ് നമ്മൾ ലേബറിൻ്റെ യൂണിറ്റ്സിനെ കാണിക്കുന്നത്. ഓക്കെ, സോ വെൻ 0 യൂണിറ്റ് ഓഫ് ലേബർ ഈസ് എംപ്ലോയ്ഡ്, 0 യൂണിറ്റ് ഓഫ് ടി പി. വെൻ 1 യൂണിറ്റ് ഓഫ് ലേബർ ഈസ് എംപ്ലോയ്ഡ്, ടി പി ഇൻക്രീസസ് ടു 10. സോ 1 ലേബർ, 10 യൂണിറ്റ്സ് ഓഫ് ടി പി. Then 2 and 24. 2, then 24. Okay, 340.
So 3, when 3 units of labor is employed, 40 units of TP, total product 40 units out. So here is the point. When 4 it is 50, in 4 it is 50. Okay. When 5 it is 56. When 5 it is 56. And last, when 6 it is 57. When 6 it is 57. ഈ പോയിന്റ്സ് ടോട്ടൽ പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മളൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ജോയിൻ ചെയ്തു. ആൻഡ് ദിസ് കർവ് ഈസ് നോൺ ആസ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, TP കർവ്. ഓക്കെ, സി ഈ ടോട്ടൽ പ്രൊഡക്റ്റിന് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് ഇൻക്രീസിങ്. വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ദ ലേബർ ഈസ് എംപ്ലോയ്ഡ്, ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്. ടേബിളിൽ നിന്ന് നമ്മൾ ഇവിടെയും കണ്ടു, ഗ്രാഫ് പേപ്പറിൽ നമ്മൾ കണ്ടു, ഈ കേവ് മുകളിലോട്ട് പോവുകയാണ്. ബട്ട് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുന്നതിൻ്റെ നിരക്ക്, മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുന്നതിൻ്റെ നിരക്ക് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ആ നിരക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട്, അഥവാ മൊത്തം ഉൽപ്പന്നത്തിൻ്റെ വർധനവിൻ്റെ നിരക്ക് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ മാർജിനൽ പ്രൊഡക്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് വാട്ട് ഈസ് എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ആ വർധനയുടെ നിരക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ്. സി, ഈ ടേബിളിൽ ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഒന്ന് നോക്കൂ. വെൻ ദ ലേബർ യൂസ് ഓഫ് ലേബർ എംപ്ലോയ്ഡ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 0 to 1, that means the total product increased to 10 and the marginal product is also 10. Okay, അപ്പോൾ 10 യൂണിറ്റ് ആണ് അവിടെ മാർജിനൽ പ്രൊഡക്റ്റ്. ഇനി ശ്രദ്ധിക്കൂ, when the labor employed is increased from 1 unit to 2, the total product is 24. അപ്പോൾ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? 10ൽ നിന്ന്, അതായത് ഈ ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ്. അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദ അഡീഷൻ ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ്. നമ്മൾ കണ്ടു മാർജിനൽ പ്രൊഡക്റ്റ് കാണാനുള്ള ഒരു ഫോർമുല, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ. അതായത് ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റത്തെ ലേബറിൽ വരുന്ന യൂണിറ്റിൽ വരുന്ന മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രൊഡക്റ്റ് കിട്ടും. സോ ഇയർ 10ൽ നിന്ന് 24 ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് എത്രയാണ്? 40. ദാറ്റ് മീൻസ് 24 minus 10, ദാറ്റ് ഈസ് 40. അപ്പോൾ ഒരു യൂണിറ്റ് ലേബർ കൂടുതലായി ഉപയോഗിച്ചപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ വന്നിരിക്കുന്ന വർധനവ് എത്രയാണ്? 14 യൂണിറ്റ്സ്. സോ മാർജിനൽ പ്രൊഡക്റ്റ് 14 അപ്പം ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന വർധനവിൻ്റെ നിരക്കാണ് യഥാർത്ഥത്തിൽ മാർജിനൽ പ്രൊഡക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ലെറ്റ് us plot the marginal product into the graph. നമുക്ക് മാർജിനൽ പ്രൊഡക്റ്റിനെ ഗ്രാഫിലേക്ക് ഒന്ന് മാറ്റാം. See, when 0 unit of labor is employed, marginal product is ill-defined. And when 1 unit of labor is employed, marginal product is 10. So when 1 unit of labor is employed, the marginal product is 10. Here it is the point. Then when 2, it is 40. 2 units of labor employed, marginal product is 40. So this is the point. When 3, it is 16. When 3, it is 16. So this is the point. When 4, it is 10. When 4, it is 10. So this is the point. And 5, it is 6. 5, it is 6. So this is the point. And when 6, it is 1.
സോ ഹിയർ ഇറ്റ് ഈസ് 1. അപ്പം നമ്മൾ ഈ ബിന്ദുക്കൾ ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കേവാണ് മാർജിനൽ പ്രൊഡക്റ്റ്. സോ ദിസ് ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ് കേവ്. നിങ്ങൾ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യത്തെ 3 യൂണിറ്റ്സ് ഓഫ് ലേബറിന് എംപ്ലോയ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്. 10, 14, 16 ആദ്യത്തെ 3 ലേബർ യൂണിറ്റ്സിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റിന് എന്താ, സീമാന്ത ഉൽപ്പന്നത്തിന് എന്താ സംഭവിക്കുന്നത്, സീമാന്ത ഉൽപ്പന്നം വർദ്ധിക്കുകയാണ്. സോ ഈ 3 യൂണിറ്റ്സ് ലേബർ ചെയ്യുന്നവരെ സീമാന്ത ഉൽപ്പന്നം വർദ്ധിക്കുകയാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് പോയിന്റ്, ഈ 3-ന് ശേഷം വീണ്ടും നമ്മൾ ലേബർ എംപ്ലോയ് എന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ മാർജിനൽ പ്രൊഡക്റ്റിന് സംഭവിക്കുന്നത്? സോ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഡിക്ലൈനിങ്. മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുകയാണ്. മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുന്ന ഈ ടെൻഡൻസിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ്. സോ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് സേസ് ദാറ്റ് at first, when more and more variable factor is employed, the marginal product will increase. You see, when more and more labor units are employed, 1, 2, 3, at first the marginal product increases. You see, from 10, 14, 16. അതാണ് നമ്മൾ ഈ ഈ ഗ്രാഫിലും കാണുന്നത്. ആദ്യം മാർജിനൽ പ്രോഡക്റ്റ് റൈസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇറ്റ് ഈസ് അപ് ടു എ പോയിന്റ്. ഒരു പോയിന്റ് വരെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. then we again starts to increase the units of variable input. Here it is labor. വീണ്ടും നമ്മൾ 4, 5, 6 ലേബർ യൂണിറ്റിനെ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ദ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഡിക്ലൈൻ. മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്തു. ഈ ഒരു പ്രവണതയാണ്, അതായത് സീമാന്ത ഉൽപ്പന്നത്തിൻ്റെ ഈ ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം അല്ലെങ്കിൽ വിഭേദാനുപാത നിയമം എന്ന് പറയുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇപ്പോൾ ഒരിക്കൽ കൂടി പറയാം. The law of variable proportion or the law of diminishing marginal product explains the behavior of the marginal product curve. That means when more and more variable inputs are employed, at first the marginal product starts to increase, and as when we again employs more unit of variable input, the marginal product starts to decline. So at first the marginal product increases and then it starts to decline. This tendency of the marginal product is referred to as the law of diminishing marginal product or the law of variable proportions. അപ്പോൾ ഈ പട്ടികയിൽ നിന്ന് നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുക തന്നെയാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്, ബട്ട് up to the employment of 3 units of labor, the total product is increasing at an increasing rate. ആ 3 യൂണിറ്റ് ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നത് വരെ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ഇൻക്രീസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതായത് വർദ്ധമാന രീതിയിലാണ് അത് വർദ്ധിക്കുന്നത്. അത് കാണിക്കുന്നതാണ് ഈ മാർജിനൽ പ്രൊഡക്റ്റ്. 10-ൽ നിന്ന് 14, 14-ൽ നിന്ന് 16. സോ റേറ്റ് ഓഫ് ഇൻക്രീസ് ഈസ് ഇൻക്രീസിങ്. പക്ഷേ 3-ാമത്തെ യൂണിറ്റ് ഓഫ് ലേബറിൽ നിന്ന് 4-ാമത്തെ യൂണിറ്റ് ഓഫ് ലേബറിലേക്ക് പോകുന്നതോടുകൂടി യു സി
ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് ബട്ട് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഈസ് ലെസ്. ആ ഇൻക്രീസ് ചെയ്യുന്ന വർദ്ധിക്കുന്നതിൻ്റെ ആ നിരക്ക് കുറഞ്ഞു വരികയാണ് 40 to 50. അതുകൊണ്ടാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത് 16 നിന്ന് അത് 10 ആയി, ദെൻ 50 to 56. അപ്പോൾ റേറ്റ് വീണ്ടും കുറഞ്ഞിട്ട് 6, then it becomes 1. So this tendency of the marginal product to increase at first when more and more units of labor or the input, variable input employed, and then the marginal product starts to decline. This tendency is often referred to as the law of diminishing marginal product, or we can call the law of variable proportions. So എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം ഇൻക്രീസ് ചെയ്യുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നത്? അതായത് വിഭേദക നിവേശങ്ങൾ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നം വർദ്ധിക്കുകയും പിന്നീട് സീമാന്ത ഉൽപ്പന്നം കുറയുകയും ചെയ്യുന്നു. സോ വൈ ഡസ് ദിസ് ഹാപ്പൻ? വൈ മാർജിനൽ പ്രൊഡക്റ്റ് അറ്റ് ഫസ്റ്റ് ഇൻക്രീസ് ആൻഡ് ദെൻ ഡിക്ലൈൻ? അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ ആണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഫാക്ടർ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാക്ടർ പ്രൊപ്പോർഷൻ, ഘടക അനുപാതം. അപ്പോൾ ഈ ഫാക്ടർ പ്രൊപ്പോർഷൻസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടിൽ ദെൻ, goodbye. Thank you.